ചേലക്കര ചെറങ്കോണത്ത് വീടുകൾ പണിയുന്നതിന് അനുയോജ്യമായ പ്ലോട്ട് വിൽപ്പനയ്ക്ക്. തൃശൂർ ചേലക്കര മെയിൻ റോഡിൽ നിന്നും 1 കിലോമീറ്റർ ദൂരപരിധിയിൽ ചെറങ്കോണം ആലമ്പുഴ റോഡിൽ 12 സെന്റ് പ്ലോട്ടാണ് വിൽപ്പനയ്ക്കുള്ളത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 10 കിലോമീറ്റർ ദൂരം. 2 കിലോമീറ്റർ പരിധിയിൽ സ്കൂൾ, അമ്പലം, ക്രിസ്ത്യൻ പള്ളി, മുസ്ലിം പള്ളി. 5 കിലോമീറ്റർ ദൂരത്തിൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, ഹോസ്പിറ്റൽ എന്നിവ അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9400070048 9447175048. ചേലക്കോട് ഇടക്കുന്നി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവ ചടങ്ങുകൾക്ക് തുടക്കമായി. ആചാര്യവരണം നടന്നു. ചേലക്കോട് ഇടക്കുന്നി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശം, കുംഭാഭിഷേകം, തൈപ്പൂയ മഹോത്സവം എന്നിവയുടെ ഭാഗമായുള്ള ആചാര്യഭരണം ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ നടന്നു. ജനുവരി 28 മുതൽ ഫെബ്രുവരി 1 വരെ നീണ്ടുനിൽക്കുന്ന വിപുലമായ ആഘോഷ പരിപാടികൾക്കാണ് ഇതോടെ തുടക്കമായത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഇക്കാട്ടുമന നാരായണ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. നാടിന്റെയും ഭക്തജനങ്ങളുടെയും ഐശ്വര്യത്തിനും ദുരിത നിവാരണത്തിനുമായി നടത്തുന്ന പൂജാതി കർമ്മങ്ങളിൽ പങ്കുചേരാൻ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. വരും ദിവസങ്ങളിൽ നവീകരണ കലശവും കുംഭാഭിഷേകവും നടക്കും. ഉത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി പ്രസിഡന്റ് സുധാകരൻ CK, സെക്രട്ടറി ഷൈനി KV, ട്രഷറർ ഉഷ സുദേവൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ക്ഷേമസമിതി വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. വളരെ കാലമായിട്ട് ഇത് ജീർണിച്ചു കിടക്കുന്ന ഈ സമയത്ത് എല്ലാ നാട്ടിലുള്ള ആൾക്കാരുടെ കൂട്ടായ്മയിൽ കൂടെ ഞങ്ങൾ ഇതിനെ ഒന്ന് പുനരുദ്ധാരിക്കാൻ കഴിഞ്ഞു. ഒരു 10-12-13 കൊല്ലത്തിന് മുമ്പാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പീരീഡിലാണ് കഴിഞ്ഞത്. അന്നതിനു വേണ്ടി സഹായിച്ചത് KMA ബിൽഡിങ്ങിന് പരമേശ്വരനും അതുപോലെ നാട്ടിലുള്ള ഓരോ വ്യക്തികളുടെയും സഹായം ഉണ്ടായിരുന്നു. ഇന്ന് ഈ നിലയ്ക്കെത്തി. ഇപ്പോൾ 12 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഒരു കുംഭാഭിഷേകം നടത്തുകയാണ്. ഈ അവസരത്തിൽ ഈ ഞങ്ങളുടെ തന്ത്രിയായ ഇക്കാട്ടുമന നാരായണ നമ്പൂതിരി വന്നിട്ടുണ്ട്. അവരുടെ കാർമ്മികത്തിൽ ഈ പരിപാടി നടക്കുന്നു. അതുപോലെ തന്നെ മുണ്ടേങ്കാട്ട് മനക്കാരാണ്, മുട്ടത്തുകാട്ട് മനക്കാരാണ് ഈ ക്ഷേത്രം. അവർ ഈ നാടിന് വേണ്ടിയിട്ട് ഈ ക്ഷേത്രം ഊരാളന്മാർ ഞങ്ങൾക്ക് സമർപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നും ഒരു ട്രസ്റ്റായിട്ട് ഞങ്ങളെല്ലാവരും അത് നല്ല രീതിയിൽ തന്നെ നോക്കി നടത്തുന്നു. ഇന്ന് ഇത്രയും ഈ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ പുരോഗതിയിൽ നിന്ന് ഞങ്ങളുടെ നാടിനും അതിൻ്റെ ഒരു അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഇങ്ങനെ ഞങ്ങളുടെ എല്ലാ ആൾക്കാരും വന്ന് 5 ദിവസത്തെ പരിപാടിയാണ്. 5 ദിവസത്തിനും ഞങ്ങൾക്ക് അന്നദാനത്തിൻ്റെയും കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും അന്നദാനമുണ്ട്. അതുപോലെ എല്ലാ ആൾക്കാരും വന്ന് വീണ്ടും അമ്പലത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി സഹകരിക്കണം. അതുപോലെ എല്ലാവിധ സഹായ സഹകരണങ്ങളും തരണമെന്നുകൊണ്ട് ഈ അവസരത്തിൽ ഞങ്ങൾ വിനീതമായി അപേക്ഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.